ഹലോ, നമുക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ചായക്കടി ഉണ്ടാക്കാം അല്ലേ? ഇന്നെല്ലാ മക്കളും വീട്ടിൽ തന്നെ ഉണ്ടാവില്ല, ഇന്ന് സ്കൂളുകളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ ഞാനിന്ന് ലൈറ്റായിട്ട് വെച്ചാൽ നമ്മൾ നാലാളല്ലേ ഉള്ളത്. അപ്പോൾ 4 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പഴവും ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അപ്പാട് തന്നെ ആവിക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ തേങ്ങ നിറക്കലാണ് പരിപാടി. പഴം വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങ ഉള്ളിൽ നിറക്കല പരിപാടി. തേങ്ങയും നെയ്യിൽ വാട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ പഞ്ചസാരയും ഏലക്കായും ഒക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പ്രത്യേക മണമായിരിക്കും. അത് ചെറിയ തീയിൽ വാട്ടിയെടുത്ത് ആ പഞ്ചസാരേൻ്റെ അതും കൂടി അങ്ങ് ഇളകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ വെന്ത പഴം ഉള്ളൊക്കെ കളഞ്ഞ് നടുവിലുള്ള നാരൊക്കെ കളഞ്ഞ് ഈ തേങ്ങയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെക്കണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക, നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കടികൾ? സ്വതവേ പഴം തിന്നാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ നെയ്യിൽ തേങ്ങയും ഏലത്തരിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവർ ഇനിയും വേണമെന്ന് പറയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ. നടുവൊക്കെ കളഞ്ഞിട്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും ഇതൊക്കെ അതിലേക്ക് നിറക്കാം. ഈ കൂട്ട് അതിലേക്ക് നിറച്ചെടുക്കാം. ഞാൻ അതിനുള്ള നാരെടുത്ത് കളയുന്ന മോൾക്ക് അതത്ര ഇഷ്ടമല്ല. വെന്ത പഴമായതുകൊണ്ടാണ് ആ നാര് മാറി നിൽക്കില്ല ഇങ്ങനെ വേറെ തന്നെ. അതുകൊണ്ടാണ് ഞാനതെടുത്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ നിറക്കുന്നത്. അന്നേരം അത്രയും സ്ഥലം കൂടി തേങ്ങ നിറഞ്ഞു വരുമല്ലോ. ശരിക്കും ഇത് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മൈദ മാവൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, തേങ്ങയൊക്കെ നിറച്ച് തേങ്ങ പുറത്താവാതിരിക്കാൻ. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. ഇതാ എല്ലാം വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയും നിറച്ച് പാനലിൽ വെച്ച് ലേശം നെയ്യ് ഒഴിച്ച് ചെറിയ തീയിൽ തിരിച്ചിട്ട് മറിച്ചിട്ട് നല്ല രസത്തിൽ വാട്ടിയെടുക്കാം. മക്കൾക്ക് വളരെ ഫ്ലേവർ. ഒന്ന് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. താങ്ക് യു.